ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ എൻ്റെ ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷനിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പം ഞാൻ ഒരു 10th ഒക്കെ വെച്ച് എൻ്റെ 10th റിസൾട്ടൊക്കെ നോക്കിയാൽ അറിയാം, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നുമല്ല, ഒരു സാധാ ഒരു ആവറേജ് കൈൻഡ് ഓഫ് റിസൾട്ടാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു A+ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു A ആയിരുന്നു, മലയാളത്തിനാകെ ഉണ്ടായിരുന്നു. CBSE ആയിരുന്നു, ഒരു A ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ ട്രൈ ചെയ്തു. അഡ്മിഷൻ +1 കിട്ടാനൊക്കെ നല്ല കഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ ഭാഗ്യത്തിനൊരു നല്ലൊരു സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടി, +1. അവിടെ തുടങ്ങിയാണ് ഞാൻ ഇച്ചിരിയെങ്കിലൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങിയതാ. എന്നാൽ ഇനി പഠിച്ചു തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങിയത്. കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അങ്ങനെ കൊമേഴ്സിൽ എന്താ പറയുക, +1 +2 ഒക്കെ വലിയ പ്രശ്നമില്ലാണ്ട് പോയി. അത്യാവശ്യം സ്കോറൊക്കെ ചെയ്തു. അങ്ങനെ +2 അത്യാവശ്യം സ്കോറുള്ളതുകൊണ്ട് തന്നെ ഡിഗ്രിയിൽ നല്ലൊരു കോളേജിൽ തന്നെ കിട്ടി. അപ്പോഴൊന്നും മനസ്സിൽ ടീച്ചിങ് എന്നൊരു എയിം ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രൊഫഷൻ എന്തെടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ല. പക്ഷേ മനസ്സിൽ എവിടെയോ ഒരു ടീച്ചർ എന്നുള്ളത് പണ്ടെപ്പോഴോ ഒരു മൈൻഡിലൊരു പ്രൊഫഷനായിട്ട് ടീച്ചിങ് ചൂസ് ചെയ്തേക്കാം എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ എന്തായാലും ടീച്ചർ ആവണം എന്നൊന്നും അപ്പം ചിന്തിക്കണില്ല. അങ്ങനെ ഡിഗ്രി ഒക്കെ പഠിക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും ചോദിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അംബീഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം എനിക്ക് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു ടീച്ചർ എന്നുള്ളൊരു എയിം എവിടെയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, യെസ്, ഐ വോണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് ടീച്ചർ എന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞു. അപ്പം തന്നെയുള്ള ഇൻസ്റ്റന്റ് റിപ്ലൈ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്നെ ഒരു ടീച്ചറായിട്ട് എനിക്ക് ടീച്ചറിന്റെ ഒരു ടീച്ചറിന്റെ ഒരു ഇതില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കേട്ട വഴി എന്നെ ചോദിച്ച ടീച്ചർ മറുപടി പറഞ്ഞത്, യു ആർ നോട്ട് അറ്റ് ഓൾ ടു ബി എ ടീച്ചർ എന്നാണ്. ഒരു 5-8 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, യു ആർ നോട്ട് അറ്റ് ഓൾ ടു ബി എ ടീച്ചർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്ന് എനിക്ക് അപ്പോൾ വലിയ പിടിയൊന്നും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നോക്കി. യു ആർ നോട്ട് അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആവില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അതിൻ്റെ ആ സമയത്ത് എന്നോട് ചോദിക്കേണ്ട ടീച്ചർ ആവണം എന്ന് പറഞ്ഞു. ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് മിനിമം, അതെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം എൻ്റെ മൈൻഡിൽ വന്നു B.Ed വേണമെന്ന്. അപ്പം തന്നെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ ആവാൻ B.Ed ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഉള്ളതും കൂടെ പോയി, ടീച്ചർ ആവണമെന്ന് ആഗ്രഹവും പറഞ്ഞു, ടീച്ചിങ്ങിൻ്റെ ABCD അറിയില്ല എന്നുള്ളൊരിത് ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ ആ ഒരു ടൈമിൽ അവിടെ വെച്ച് പറഞ്ഞത്, അതായത് ഇല്ല, യു ആർ നോട്ട് അറ്റ് ഓൾ ടു ബി എ ടീച്ചർ, ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞത് ശരിക്കും എനിക്ക് എന്നാ പിന്നെ ടീച്ചറായിട്ട് തന്നെ കാര്യം എന്നുള്ളൊരു മൈൻഡിലേക്കാണ് ആ ഒരു ഒറ്റ കോമന്റ് എന്നെ കൊണ്ടെത്തിച്ചത്. ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം, എന്നെ കൊണ്ട് പറ്റിയതാണോ, നീ ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയേ, അതെന്താ എനിക്ക് പറ്റാത്തത്, ഇത്ര എന്താ ഉള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. ഞാനിതിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി, ടീച്ചിങ്ങിൻ്റെ എൻ്റെ ഒരു ഐഡിയയിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഇന്ത്യയിലൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B.Ed ആണ്. B.Ed അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൽ ഞാൻ ടീച്ചർ ആയിക്കോളും. ഓക്കെ, സർട്ടിഫിക്കറ്റിൽ നമുക്ക് ടീച്ചിങ് വേണമല്ലോ. പ്രൊഫഷണലി ഇങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സീൽ വെച്ചിട്ട് അതിൽ ഞാൻ ടീച്ചർ ആവണമല്ലോ പ്രൊഫഷണലി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ ഡിഗ്രി എടുത്തു, PG എടുത്തു. അതിനുശേഷം ഈ പറയുന്നത് B.Ed എന്ന് പറയുന്ന കോഴ്സ് ഞാൻ എടുത്തു. B.Ed എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തപ്പോഴാണ് മനസ്സിലായത്, ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നതല്ല. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് B.Ed ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അത് മാത്രമല്ല,
ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ അപ്പുറത്തേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. അതാണ് റിയൽ ടീച്ചിങ് എന്നാണ് എനിക്ക് അപ്പം മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആണല്ലോ പിള്ളേര്. ഞാൻ പറയുന്ന ഒരാളും അനുസരിക്കാനുള്ള, ഞാൻ എന്ത് പറഞ്ഞാലും പിള്ളേർ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയതല്ല ഈ ഫീൽഡ്, എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല കുട്ടികളെ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് പറയുന്നുണ്ട്, മിസ് എനിക്ക് ഒട്ടും പറ്റണില്ല, എന്നെ പിള്ളേർ ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ല. അപ്പോഴാണ് മിസ് പറഞ്ഞത്, കുട്ടികൾ അങ്ങനെയാണ്, പിള്ളേരങ്ങനെയാണ്, നമ്മൾ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് അവരനുസരിക്കില്ല, അവർക്ക് കുട്ടികൾ കുട്ടികളെ പോലെ പെരുമാറുള്ളൂ എന്നുള്ള ആ ഒരു ഐഡിയ, ആ ഒരു കാര്യം പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യം എനിക്ക് ബി എഡിൽ നിന്നാണ് മനസ്സിലായത്. അങ്ങനെ ബി എഡിൽ എക്സാമിൽ നമുക്ക് എഴുതേണ്ട അക്കാഡമിക്സ് റിലേറ്റഡ് അല്ലാത്ത ഒരുപാട് വാല്യൂസിനെ പറ്റി പഠിക്കാൻ പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി ടീച്ചിങ്ങിൽ ബി എഡിന്റെ റോൾ എന്താണ് എന്നുള്ളത്. അതായത് അക്കാഡമിക്കലി അല്ലാതെ ഒരുപാട് വാല്യൂസ് നമ്മളുടെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു തരും. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ഗുഡ് ടീച്ചർ ആവാനുള്ള കുറെ ക്വാളിഫിക്കേഷൻസ് നമ്മൾക്ക് കിട്ടുന്നത് ഒരു കാര്യം. പിന്നെ പറയാനാണെങ്കിൽ അങ്ങനെ ഞാൻ 2 years പഠിച്ചു, ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബി എഡ് എന്നുള്ള കോഴ്സ് പഠിച്ചു. അങ്ങനെ യു ആർ നോട്ട് അറ്റ് ഓൾ ടു ബി എ ടീച്ചർ എന്ന് പറഞ്ഞ് സീല് കുത്തിയ ഞാൻ കണ്ടോ, ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. തിരിഞ്ഞാണ് വരുന്നത്, ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യണം, അതുകൊണ്ടാണ് തിരിഞ്ഞാണ് വരുന്നത്. സോ കണ്ടോ, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് വൈസ് എനിക്ക് ആ സംഭവം കിട്ടി. അങ്ങനെ അതായത് നമ്മളോട് ഒരാൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പില്ലേ, നമ്മൾ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് എന്നെ കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ശരിക്കും നമ്മളെ ഒരാൾ തളർത്തുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് പോകണം പക്ഷെ ഭയങ്കര ഡിമോട്ടിവേഷൻസും നെഗറ്റിവിറ്റീസും മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, എനിക്കാവാൻ പറ്റില്ല അല്ലേ, ഞാൻ അയക്കാൻ കാണിച്ചു തരാം എന്നുള്ളൊരിതായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് കുറച്ചുകൂടെ മണ്ണെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ആളിക്കെത്തും. ആ ഒരു പവറായിരിക്കണം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും. അന്ന് എനിക്ക് മനസ്സിലായി, കുട്ടികളിനോട് എന്താണ് ആവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആഗ്രഹങ്ങൾ പറയും. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നീ അതൊന്നും ആവില്ല എന്ന് പറയാൻ പാടില്ല. കുട്ടി ചിലപ്പോൾ അതേ ആവും. കുട്ടി ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ വേറെ ലെവലിലേക്ക് ചിലപ്പോൾ അതാവും. ഞാനിപ്പോ കുട്ടി ചിലപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഇന്നത് മതി എന്നായിരിക്കും പറയാം. ഞാൻ പിന്നെ നീ അതാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ആ കുട്ടി അതിന്റെ ബോസ് ആയിട്ട് ഇരിക്കണ്ടോ. അപ്പൊ ആ ഒരു റിയാലിറ്റി ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, കുട്ടിക്ക് ആവാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല ഇവിടെ എന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അങ്ങനെ ഈ പറയുന്ന ക്വാളിഫൈഡ് ആയി ബി എഡ്. അതിനുശേഷം 2 സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചു. ഓക്കെ, 2 സ്കൂളുകളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് പഠിപ്പിച്ചതാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും സ്കൂളിൽ പഠിപ്പിച്ചു. സർട്ടിഫിക്കറ്റിൽ ടീച്ചറാണ്, പക്ഷേ റിയാലിറ്റിയിൽ ടീച്ചർ ആയോ എന്ന് ചോദിച്ചാൽ യെസ്, 2 സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, അന്ന് ഒരിക്കലും ഞാനിങ്ങനെ എന്താ പറയുക, ആവില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളൊന്നും കാണാനും ഈ പറയുന്ന നിങ്ങളിലേക്കൊന്നും എൻ്റെ ഐഡിയാസ് എത്തിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു 50 to 60 കുട്ടികളല്ല, എനിക്കിന്ന് ഈ വേൾഡിനെ പഠിപ്പിക്കാൻ പറ്റും യൂട്യൂബിലൂടെ. എനിക്ക് വേൾഡിലെ ഏത് കുട്ടീനെയും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഈ പറയുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് ഓൺലൈനായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പ്ലാറ്റ്ഫോംസിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള 50 വയസ്സ് വരെയുള്ള ആളുകളെ വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരിക്കലാവില്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് അതിനും സാധിച്ചു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം, എൻ്റെ മെയിൻ ഐഡിയ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വന്നൊരാളല്ല. പക്ഷേ എനിക്ക് പറ്റില്ല എന്നൊരാൾ എന്നോട് പറഞ്ഞതിൽ നിന്നാണ് എനിക്കിത് പറ്റും എന്നുള്ളതിലേക്ക് ആയതും. ഞാൻ ഇപ്പോൾ ഏത്
ക്ലാസ് റൂമിൽ ചെല്ലുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കും, അപ്പോൾ ടീച്ചറിന് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇതായെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാത്രം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടീച്ചിങ്ങിൽ എടുത്തതെന്നൊന്നുമില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഒരിക്കലും പിള്ളേരിനെ നെഗറ്റീവ് മോട്ടിവേഷൻ കൊടുക്കരുത്. കുട്ടി ചിലപ്പോൾ വേറെ ലെവലിലേക്ക് എത്തും. കുട്ടിയുടെ മൈൻഡിൽ ചിലപ്പോൾ പൈലറ്റ് എന്നുള്ള എയിം പറയും. കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ സയന്റിസ്റ്റ് എന്നുള്ള എയിം പറയും. പിന്നെ നീ സയന്റിസ്റ്റ് ആവണം, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് കുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. കുട്ടി എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സയന്റിസ്റ്റ് അല്ല, വേറെ ലെവലിലേക്ക് എത്തും. ഓക്കെ, സോ നിങ്ങൾ എന്താവണം, ഏത് ലെവലിലേക്ക് എത്തണം, ഏത് പ്രൊഫഷൻ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.